ഹലോ ഗൈസ്, രാവിലെ തന്നെ എഴുന്നേറ്റാൽ നേരെ പച്ചക്കറി നട്ട സ്ഥലത്തേക്ക് വരും കേട്ടോ. എന്തായി, ഉണ്ടായോ, എന്തെങ്കിലും കൊണ്ടുപോയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് നേരെ വരും ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എന്നും ഉണ്ടാകുന്നൊരു വിഭവമാണ് ഈ ആട്ടയുടെ പരത്തി. അതൊക്കെ കഴിച്ച് അവന് കാടമുട്ടയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ രതിചേട്ടനും അച്ഛനും കൂടെ രാവിലെ അവനറിയാണ്ട് തേങ്ങ ഇടാൻ മലയിൽ ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോയായിരുന്നു കേട്ടോ. അവിടുന്ന് കൊണ്ടുവന്ന ബബ്ലൂസ് നാരങ്ങയും ചക്കയും പിന്നെ മാങ്ങയും തേങ്ങയും ഒക്കെ കണ്ട് അവനിങ്ങനെ അമ്പരന്ന് നിൽക്കുവാണ്. അപ്പോൾ ഇന്നലെ പാള കൊണ്ടുവന്നപ്പോൾ അവന് അതിൻ്റെ അകത്ത് വലിക്കണം എന്ന് തോന്നി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിൽ, തൊട്ടിപ്പാല അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പോയിട്ടോ. അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. അച്ചാച്ചനെ രതിചേട്ടനെയൊക്കെ കൂട്ടിയിട്ട് അമ്മ അതിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ അവന് കുറച്ച് കൂട്ടുകാരെ കിട്ടിയേ. അപ്പോൾ എനിക്ക് ഇവരെ കൂടെ കളിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തേ, പ്രദക്ഷിണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ സമയം കണ്ട് അതൊക്കെ കഴിഞ്ഞ് അവന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു കേട്ടോ. അവൻ ബിരിയാണി, ഞങ്ങൾ മസാല ദോശയാണേ വാങ്ങിയത്. അപ്പോൾ അച്ഛന് മസാല വേണ്ടെന്ന് പറഞ്ഞിട്ട് നെയ് റോസ്റ്റ് വാങ്ങി കേട്ടോ. അപ്പോൾ അച്ചാച്ചൻ നെയ് റോസ്റ്റ്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തൊട്ടിപ്പാലം കബാക്കി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസാലയും ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബിരിയാണിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ മസാല ദോശയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് അച്ചാച്ചൻ വൻ കോമഡി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് കമൻ്റ് അടിക്കാൻ അവനുണ്ട് കേട്ടോ. അപ്പോൾ അവന് ബിരിയാണി പീസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പീസൊക്കെ വാങ്ങി ഞങ്ങൾ അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് ഓരോ തമാശയൊക്കെ പറഞ്ഞ് കഴിച്ച്. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. നോക്കുമ്പോൾ ചാത്തങ്കോട്ട് അവിടെ എത്തിമണ്ട് നല്ല അടിപൊളി മഴയാണ്. അപ്പോൾ ഞാൻ തുണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞിട്ട് നമുക്ക് മഴയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും മഴയൊക്കെ നിന്ന് പോയേ. അപ്പോൾ അച്ചാച്ചൻ മഴ കണ്ടപ്പോൾ ഒരു പാട്ടൊക്കെ തുടങ്ങി, പിന്നെ അവനും. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.